നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഈ അധ്യയന വർഷം മുതൽ 8ാം ക്ലാസ്സിൽ ഓൾ പ്രൊമോഷൻ ഇല്ല. അടുത്ത കൊല്ലം 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് വേണം. തൃശൂർ പള്ളിക്കുളം ഭാഗത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ മേയർ MK വർഗീസ് അനാച്ഛാദനം ചെയ്തു. പീച്ചി അണക്കെട്ട് തുറന്ന് മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കം സൃഷ്ടിച്ചതിൽ വ്യാപക പ്രതിഷേധം. CISCE കേരള റീജിയണൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഈ അധ്യയന വർഷം മുതൽ 8ാം ക്ലാസ്സിൽ ഓൾ പാസ് ഇല്ല. മിനിമം മാർക്ക് നിർബന്ധം. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിലും 30 മാർക്ക് നിർബന്ധമാണ്. 2026-27 വർഷത്തിൽ മിനിമം മാർക്ക് 10ാം ക്ലാസ്സിലും നടപ്പിലാക്കും. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം. വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്നും എല്ലാവർക്കും A+ നൽകുന്നുവെന്നും ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുമെന്നുമുള്ള ആക്ഷേപം വ്യാപകമായി ഉയരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഈ കോൺക്ലേവിൽ ഉയർന്ന നിർദ്ദേശമാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം 8ാം ക്ലാസ്സിൽ ഓൾ പാസ് ഒഴിവാക്കുന്നു എന്നതാണ്. ഓരോ വിഷയത്തിലും 30 മാർക്ക് നിർബന്ധമാണ്. നിലവിൽ നിരന്തര മൂല്യനിർണ്ണയത്തിനൊപ്പം തന്നെ വിഷയങ്ങൾക്ക് എല്ലാം കൂടി 30% മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും പാസ്സാകുന്നു. ഇതു മാറ്റി ഓരോ വിഷയത്തിനും 30 മാർക്ക് വീതം നിർബന്ധമാക്കി. ഇതുകൂടാതെ എഴുത്തു പരീക്ഷയ്ക്ക് വേറെ മാർക്ക് വേണം. പഠിക്കാതെ പാസ്സാകാൻ പറ്റില്ല എന്ന രീതി നിലവിൽ വരികയാണ്. ഘട്ടം ഘട്ടമായി ഇത് നടപ്പിലാക്കും. അടുത്ത കൊല്ലം 9ാം ക്ലാസ്സിലും 2026-27 10ാം ക്ലാസ്സിലും ഈ നിബന്ധന കൊണ്ടുവരും. 1927 മഹാത്മാഗാന്ധി തൃശൂർ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായി 23ാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ലീല വർഗീസ് തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗമായ പള്ളിക്കുളം ഭാഗത്ത് ഡിവിഷൻ 23 കോർപ്പറേഷൻ വക സ്ഥലത്ത് ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. ഈ പ്രൊജക്ട് തൃശൂർ കോർപ്പറേഷനും സോഷ്യൽ സർവീസ് ക്ലബ്ബുമായി സഹകരിച്ച് പൂർത്തീകരിച്ചു. പ്രസ്തുത ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം ബഹുമാനപ്പെട്ട മേയർ MK വർഗീസ് ബുധനാഴ്ച രാവിലെ നിർവഹിക്കുകയുണ്ടായി. ഡെപ്യൂട്ടി മേയർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ലീല വർഗീസ് ഏവരെയും സ്വാഗതം ചെയ്തു. സോഷ്യൽ സർവീസ് പ്രസിഡന്റ് ആന്റണി തരകൻ ശില്പിയെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. കൗൺസിലർമാരായ ശ്യാമള മുരളീധരൻ, സിന്ധു ആൻഡോ ചാക്കോള, അഡ്വക്കേറ്റ് വില്ലി, സുനിൽ രാജ്, സൂപ്രണ്ട് എഞ്ചിനീയർ ഷൈബി ജോർജ്, സോഷ്യൽ സർവീസ് ഭാരവാഹികളായ ജോയ് മഞ്ഞില, CK ജോയ് തുടങ്ങിയവർ ആശംസകൾ നേരുകയും സെക്രട്ടറി അഡ്വക്കേറ്റ് സണ്ണി ജോർജ് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. നടത്തറ പഞ്ചായത്തിലെ മൂർക്കനിക്കര, കൈനൂർ പ്രദേശങ്ങളിൽ മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കമുണ്ടായതിൽ പ്രതിഷേധിച്ച് മണലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുന്നറിയിപ്പില്ലാതെ അനിയന്ത്രിതമായി പീച്ചി ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കിവിട്ടതാണ് വെള്ളപ്പൊക്കത്തിന് വഴിവെച്ചതെന്നും പ്രവർത്തകർ ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി മൂർക്കനിക്കര ആൽ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ പുഴ സംരക്ഷണ സമിതി അംഗം VA കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അനാസ്ഥ കാണിച്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. പ്രദേശത്തെ കുടുംബങ്ങളിലെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും പ്രളയത്തിൽ നശിച്ചു. പല വീടുകളും താമസിക്കാൻ പറ്റാത്ത വിധം തകർന്നുപോയി. മഴ മുന്നറിയിപ്പുണ്ടായിട്ടും മുന്നറിയിപ്പില്ലാതെ പീച്ചി ഡാമിൽ നിന്നും അനിയന്ത്രിതമായി വെള്ളം തുറന്നുവിട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വർഷങ്ങളായി മണലിപ്പുഴ വൃത്തിയാക്കാത്തതുമൂലം മണലും മറ്റും അടിഞ്ഞുകൂടിയത് ദുരന്തത്തിന് ആക്കം കൂട്ടിയെന്നും ബന്ധപ്പെട്ട ഗ്രാമസഭകളിലെല്ലാം ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണെന്നും കൈനൂർ ചിറയിൽ സ്ലൂയിസ് റെഗുലേറ്റർ സ്ഥാപിക്കുവാനുള്ള പദ്ധതിക്ക് വർഷങ്ങൾക്ക് മുൻപേ ബജറ്റിൽ തുക വരുത്തിയിരിക്കുന്നതാണെന്നും ഇതിനുള്ള നടപടികൾ ഒന്നും തുടങ്ങിയിട്ടില്ല എന്നും
ഇക്കാര്യങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു. തുടർന്ന് നടത്തറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള നിവേദനവും സമർപ്പിച്ചു. കെ രവി, കെ ആർ രാജീവ്, ദിവാകരൻ ചുക്കത്ത്, മല്ലിക കെ, വത്സ ശിവദാസ്, സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഴുവൻ നദികളും തോടുകളും അല്ലെങ്കിൽ ഡാമുകളെല്ലാം തുറന്നുവിട്ടപ്പോൾ അത്തരം ഒരു വലിയ ദുരന്തം നമ്മൾ നേരിട്ടു. അതെല്ലാം നാം സഹിച്ചു. എങ്കിൽ പോലും ഇനിയൊരു ദുരന്തം ഉണ്ടാവില്ല എന്ന് അങ്ങനെ നടക്കുമ്പോഴാണ് വീണ്ടും 2024 നമ്മൾ വീണ്ടും ഒരു വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്നത്. തീർച്ചയായും ഇത് ശരിക്കും പറഞ്ഞാൽ അധികാരികളുടെ വീഴ്ചയാണ്. തീർച്ചയായും പീച്ചി ഡാമിലെ ഡാം മാനേജ്മെന്റ് കൃത്യനിർവഹണത്തിന് വന്ന ഒരു തീരാത്ത ഒരു തെറ്റാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഏകദേശം ആഗസ്റ്റ് 1-ന് 77.10 ഘനമീറ്റർ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് ആഗസ്റ്റ് 27-ാം തീയതി തന്നെ ജൂലൈ 27-ാം തീയതി തന്നെ ഏകദേശം പറയുകയാണെങ്കിൽ 77.78 മീറ്റർ വെള്ളം അവിടെ ഓൾറെഡി സ്റ്റോക്കുള്ളതാണ്. ആ സമയത്ത് വെള്ളം കുറേശ്ശെ തുറന്നു വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായും അധികാരികളുടെ വീഴ്ചയാണ്. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ മണലിപ്പുഴ തീർച്ചയായിട്ടും മടിമൻ സമയക്കെടുക്കുകയാണ്. ഏകദേശം 15 വർഷത്തോളമായി ഇവിടുത്തെ പുഴ ചളിയും മണ്ണും കിടക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് സംരക്ഷിക്കണം. അതുപോലെ തന്നെ റോഡിലെ ഈ പുഴയിലെ കയ്യേറ്റങ്ങൾ തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ ഈ വർഷത്തെ അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12-ന് ആചരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യൂത്ത് ഫെസ്റ്റ് 2024 എന്ന പേരിൽ HIV ബോധവൽക്കരണത്തിന് മുൻതൂക്കം നൽകി വിവിധ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 8, 9, 11 ക്ലാസുകളിലെ കുട്ടികൾക്ക് ക്വിസ് മത്സരം, ഫ്ലാഷ് മോബ് എന്നിവ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 12-ന് രാവിലെ 7:30-ന് വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ ടൗൺ ഹാളിൽ സമാപിക്കും. 10 മണിക്ക് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ വ്യക്തികൾ പങ്കെടുക്കും. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ 2024-25 അധ്യയന വർഷം താൽക്കാലികമായി സ്റ്റുഡന്റ് കൗൺസിലർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത MA സൈക്കോളജി, MSW, MSc സൈക്കോളജി. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്നും യോഗ്യത നേടിയവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കൗൺസിലിംഗിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ നേടിയവർക്കും സ്റ്റുഡൻസ് കൗൺസിലിംഗ് രംഗത്ത് മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. പ്രായപരിധി 2024 ജനുവരി 1-ന് 25-നും 45-നും മധ്യേ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും നൈപുണ്യവും കഴിവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഓഗസ്റ്റ് 13-ന് രാവിലെ 10:30-ന് ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിലെ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂവിനുമായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 048029600400 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാടക്കത്തറ പഞ്ചായത്തിലെ പ്രകൃതിക്ഷോഭം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ഇന്ദിരാ മോഹന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നു. വനം, റവന്യൂ, പോലീസ്, PWD, ഇറിഗേഷൻ, ജലജീവ മിഷൻ, ജിയോളജി, ആരോഗ്യം എന്നീ വകുപ്പുകളുടെ പ്രതിനിധികൾ, വിവിധ മതനേതാക്കൾ, വായനശാല, ക്ലബ് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, നിർവഹണോദ്യോഗസ്ഥർ, KCB മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ അധികൃതർ, ഹരിതകർമ്മ സേനാ പ്രതിനിധികൾ, കുടുംബശ്രീ പ്രതിനിധികൾ, വ്യാപാര വ്യവസായി പ്രതിനിധികൾ, സഹകരണ ബാങ്ക് പ്രതിനിധികൾ, കേരള അഗ്രികൾച്ചറൽ കോളേജ് രജിസ്ട്രാർ, KRFB യൂത്ത് കോർഡിനേറ്റർ, അംഗൻവാടി ജീവനക്കാർ, നഴ്സറി അസോസിയേഷൻ ഭാരവാഹികൾ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി 6-ാം തീയതി 2 മണിക്ക് ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. അതുപോലെ തന്നെ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരെല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ PWD, KRFB, അങ്ങനെ നിരവധി വകുപ്പുകൾ, ഒരുവിധം നമ്മുടെ പഞ്ചായത്തിൽ കിട്ടേണ്ട എല്ലാ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടക്കം പഞ്ചായത്തിന്റെ അതിനുള്ളിലുള്ള മതമേധ അധ്യക്ഷന്മാർ,
അമ്പലത്തിൻ്റെ ഭാരവാഹികൾ, കുടുംബശ്രീ, അതുപോലെ തന്നെ ഹരിതകർമ്മസേന കൺസോർഷ്യം, ഇങ്ങനെ എല്ലാ വകുപ്പുകളും ക്രോഡീകരിച്ചുകൊണ്ട് വായനശാലയടക്കം സ്കൂളുകളടക്കം ഇങ്ങനെ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗാണ് നമുക്ക് സംഘടിപ്പിച്ചത്. ഞങ്ങൾക്ക് കിട്ടുന്ന കൂടുതൽ അപേക്ഷകളും അപകടകരമായ മരങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ മടക്കത്തറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി പോലും ഇന്ന് മേശപ്പുറത്ത് പെൻഡിങ് ആയിട്ടില്ല. അതായത് വന്നത് മുഴുവൻ നമ്മൾ റിപ്പോർട്ടായിട്ടെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്കതും ഓർഡറായ മരങ്ങളൊന്നും മുറിക്കാൻ ഇനി പെൻഡിങ് ഇല്ല. പിന്നെ നമുക്കതിൽ മറ്റേ കുറച്ച് കാര്യങ്ങൾ വരുന്നത് പട്ടയഭൂമികളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നതുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അതും മനുഷ്യത്വപരമായി തന്നെയാണ് ഞങ്ങൾ ഓരോ പരാതികളെയും സമീപിക്കാതെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടുള്ള നയപരിപാടികളാണ് പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫുകൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായാലും വൈസ് പ്രസിഡൻ്റായാലും വകുപ്പ് മെമ്പർമാരായാലും ഞങ്ങൾ ഓരോരുത്തരെയും ബന്ധപ്പെടുമ്പോൾ അവരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ പറയുമ്പോൾ ആ കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ ചെയ്യാറുണ്ട്. അവാർഡ് ലഭിച്ച മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വിദ്യാർത്ഥികൾ സ്കൂളുകൾക്ക് മാതൃകയായി. ഫാദർ ഡേവിസ് ചിറമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മദർ തെരേസ സേവന അവാർഡാണ് കുണ്ടുകാട് നിർമ്മല ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ബ്രിട്ടോ ടോം ബിജു, അതീർത്ത് കെ ചന്ദ്രൻ എന്നിവർ കരസ്ഥമാക്കിയിരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ലഭിച്ച 5000 രൂപ വീതം 10,000 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ കൈമാറിയത്. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക CD റീത്ത, മദർ തെരേസ കോർഡിനേറ്റർ റെജി ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ജോബി അഗസ്റ്റിൻ, എബിൻ പീറ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അഭിനന്ദിച്ചു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്.
മാർച്ച് ഫോർ ലൈഫ് എന്ന ബഹുജന റാലി ഇക്കൊല്ലം കേരളത്തിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും വന്ന യേശുനാഥന്റെ വചനങ്ങൾക്ക് അനുസരിച്ച് ജീവന്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാർച്ച് ഫോർ ലൈഫ് നടത്തുന്നത്. മാർച്ച് ഫോർ ലൈഫ് ജീവനെതിരെയുള്ള സമസ്ത മേഖലകളെയും പ്രതിരോധിച്ചുകൊണ്ട് ഒരു ജീവന്റെയും സംസ്കാരം രൂപപ്പെടുത്തുവാൻ നമുക്കൊരുമിച്ച് അണിചേരണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡോക്ടർ ഡെന്നി താളിങ്കൽ, ഫാദർ റോയ് വെള്ളാംകൊമ്പിൽ, ജെയിംസ് MA ബാബു തുടങ്ങിയവർ ആഹ്വാനം ചെയ്തു. പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കമുണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പുത്തൂർ സെന്ററിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ റവന്യൂ മന്ത്രിയും സ്ഥലം MLAയുമായ K. രാജന്റെ കോലം മണലിപ്പുഴയിൽ നിന്നും അറബിക്കടലിലേക്ക് ഒഴുക്കി പ്രതിഷേധിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നോബിൻ തച്ചേലിക്കര അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ റിജിൻ നാലുകണ്ടത്തിൽ, റിസൻ വർഗീസ്, സിനോജ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. വയനാട്ടിൽ പുനരധിവാസത്തിന് സൗജന്യ ഫലവൃക്ഷത്തൈകൾ സൗജന്യമായി നൽകുമെന്ന് വർഗീസ് തരകൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടും കൃഷിയും നശിച്ചവർക്ക് പുനരധിവാസത്തിന് കൈത്താങ്ങുമായി ആയുർജാഗ് ഫാം കർഷകൻ വർഗീസ് തരകൻ 1000 വീട്ടുകാർക്ക് തെങ്ങിൻ തൈ, പ്ലാവ്, മാവ് എന്നിവയടക്കം 5 ഫലവൃക്ഷ തൈകൾ സൗജന്യമായി നൽകും. അതിവേഗം വിളവ് തരുന്ന ഇനം തൈകളാണ് നൽകുക. 5 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന പദ്ധതി കൃഷിവകുപ്പ് മുഖേനയാണ് നടപ്പാക്കുക. ഇത് സംബന്ധിച്ച് കൃഷിമന്ത്രി P. പ്രസാദ്, റവന്യൂ മന്ത്രി K. രാജൻ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുമായി പ്രാഥമിക ചർച്ച നടത്തിക്കഴിഞ്ഞെന്ന് വർഗീസ് തരകൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട്ടിലും കോഴിക്കോട്ടെ വിലങ്ങാടുമായി 1000-ഓളം കുടുംബങ്ങൾക്കാണ് വീടും പുരയിടവും നഷ്ടപ്പെട്ടത്. ഇവരെ പുനരധിവസിപ്പിക്കുന്ന സ്ഥലത്ത് നട്ടുവളർത്തുവാനാണ് അത്യുൽപാദന ശേഷിയുള്ള 5 തൈകൾ വീതം സൗജന്യമായി നൽകുന്നത്. കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കുടുംബങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്ന പരിമിതമായ പുരയിടത്തിൽ നട്ടുവളർത്തുവാനുള്ള തൈകൾ അവർക്ക് കൈത്താങ്ങാകും. പുരയിടവും വീടും കൈമാറുന്ന മുറയ്ക്ക് ഘട്ടം ഘട്ടമായാണ് തൈകൾ കൈമാറുക. പുനരധിവാസ സൗകര്യം നൽകുന്ന കേന്ദ്രങ്ങളിലേക്ക് തൈകൾ എത്തിച്ചു കൊടുക്കുമെന്നും വർഗീസ് തരകൻ അറിയിച്ചു. ചേർത്ത് പിടിക്കാം നമ്മുടെ വയനാടിനെ. വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിലെ കരാർ തൊഴിലാളികൾ ഒരു ദിവസത്തെ വേതനം യൂണിയൻ യൂണിറ്റ് സെക്രട്ടറി മിനി സുരേഷ് ജില്ലാ ട്രഷറർ അജീഷ് തോമസിനെ കൈമാറി. വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി മാടിക്കത്ര കശുമാവ് മൂലയിൽ തട്ടുകട നടത്തുന്ന ചെറുക്കേക്കോട് ആനന്ദനഗർ സ്വദേശിയായ പണിക്കപ്പറമ്പിൽ വിനോദ് തന്റെ ഒരു ദിവസത്തെ വരുമാനം കളക്ടർക്ക് കൈമാറി. മാടിക്കത്ര ആൽ പരിസരത്ത് താമസിക്കുന്ന വിജയൻ തന്റെ ഭാര്യയുടെ ഒരു മാസത്തെ പെൻഷൻ കളക്ടർക്ക് കൈമാറി. വയനാട്ടിലേക്ക് മാടിക്കത്ര പഞ്ചായത്ത് വാർഡ് 3 കരുവാൻകാട് ദേശത്ത് മുണ്ടൂർ ശോഭ രാധാകൃഷ്ണൻ ക്യാമ്പിലേക്ക് ഡ്രസ്സ് സ്വന്തമായി തയ്ച്ചത് കളക്ടർക്ക് നൽകി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും വെള്ളാനിക്കര സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണം സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്തിലെ മൂർക്കനിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബ്ലോക്ക് തല പരിപാടി നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു അധ്യക്ഷത വഹിച്ചു. നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുലയൂട്ടൽ വാരാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ K. S. ജയന്തി ചടങ്ങിൽ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൽ റാം, ഹെൽത്ത് സൂപ്പർവൈസർ ലെസ്ലി ഡേവിസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ, ഡോക്ടർ ശാലിനി, ലിസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജൂബിലി മിഷൻ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോപ്പും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
പോർട്ടലായ വിറ്റാൽ ജോബ്സ് ഈ മാസം 10-ന് മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ CMS സ്കൂളിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 1 ലക്ഷത്തിലധികം ജോലി ഒഴിവുകളിലേക്ക് നിയമനം ലഭിക്കും. തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷം വഹിക്കും. മുൻകൂട്ടി വിറ്റാൽ ജോബ്സ് വഴി രജിസ്റ്റർ ചെയ്യണം. വാർത്താസമ്മേളനത്തിൽ ഫാദർ ഡേവിസ് ചിറമൽ, MD ഫ്രിനോജ് K ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനിയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തെ അതിജീവിക്കുവാൻ PKS സംഘടനയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും മാത്രമായി ശേഖരിച്ച 1,71,850 രൂപ PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് PK ശിവരാമനും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് CK ഗിരിജയും മുഖാന്തിരം തൃശൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി. ചേംബർ ഓഫ് കോമേഴ്സ് വുമൻസ് വിങ്ങിന്റെ ഓണം സ്പെഷ്യൽ ചേംബർ ഓഫ് കോമേഴ്സ് കാരവൻ 2024 പ്രദർശന വിപണന മേള ഓഗസ്റ്റ് 10-11 തീയതികളിൽ കാസിനോ കൾച്ചറൽ സെന്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TS പട്ടാഭിരാമൻ മേള ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സജീവ് മഞ്ഞില അധ്യക്ഷം വഹിക്കും. രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെ നടത്തുന്ന മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. വാർത്താസമ്മേളനത്തിൽ സുജേത രാമചന്ദ്രൻ, ജിസ്മി സുധീർ, നിമിഷ സന്ദീപ്, ജിജി ആന്റണി, സീമ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് തൃശൂർ മണ്ണുത്തി യൂണിറ്റ് 24-ാം വാർഷിക പൊതുയോഗം പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ KA ബെൻസൺ അധ്യക്ഷത വഹിച്ചു. OS മണിരഥൻ സംഘടനയുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും വിവരിച്ചു. ജോർജൻ റോബി ഫ്രാൻസിസ്, KP ജെൻസൺ, PR റോയ് തുടങ്ങിയവർ സംസാരിച്ചു. KP ജെൻസൺ സ്വാഗതവും CC അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ഓരോ യൂണിറ്റിൽ നിന്നും അല്ല ഓരോ ജില്ലയിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും 5 പേര് PSTകളാണ് പങ്കെടുക്കേണ്ടത്. അന്ന് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കണം. എന്താണ് നമ്മുടെ ഒരു പ്രതിഷേധമായിട്ട് അത് കണക്കാക്കണം. എന്താണ് നമ്മുടെ ക്ഷേമനിധിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സാറുള്ള സമയത്ത് തൊട്ടേ നമ്മൾ ഇതിൽ ലയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഒപ്പിന് വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം നീണ്ടു പോണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കിത് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 22-ാം തീയതി ഈ വരുന്ന ഓഗസ്റ്റ് 22-ാം തീയതി നമ്മുടെ ഓൾ കേരള എല്ലാ വർക്ക് ഷോപ്പുകളും അടച്ച് നമ്മളതിൽ സഹകരിക്കണം. നമ്മൾ പോണില്ല എന്ന് വെച്ചിട്ട് നമ്മൾ തുറന്ന് പ്രവർത്തിക്കരുത്. ഈ അവസരം ഞാൻ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഞാൻ വാട്സാപ്പിൽ
CISCE കേരള റീജിയണൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ കൊടിയിറങ്ങി. സമാപന ചടങ്ങിൽ സ്കൂളിന്റെ വൈസ് ഡയറക്ടർ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ ചക്കിമംഗലത്ത് ഏവരെയും സ്വാഗതം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഫാദർ KD ജോസഫ്, CISCE കേരള റീജിയണൽ സ്പോർട്സ് കോർഡിനേറ്റർ മിസ്റ്റർ ഷാജു MP, കേരള ബാസ്കറ്റ്ബോൾ സെലക്ഷൻ കമ്മിറ്റി അംഗം അസോസിയേഷൻ ചെയർമാനുമായ PC ആന്റണി സാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘം, വിവിധ സ്കൂളുകളിലെ കായിക അധ്യാപകർ തുടങ്ങിയവരും വേദിയിൽ സന്നിഹിതരായിരുന്നു. CISCE കേരള റീജിയണൽ സ്പോർട്സ് നിരീക്ഷകനായ മിസ്റ്റർ സതീഷ് പിള്ളൈ വിജയികൾക്ക് അഭിനന്ദനമേകി. 2 ദിവസങ്ങളിലായാണ് ആവേശഭരിതമായ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച് ജേതാക്കളായ സോണുകളെ ചടങ്ങിൽ മെഡലുകളും ട്രോഫിയും നൽകി ആദരിച്ചു. സ്കൂളുകളെ ABCDEF എന്നീ സോണുകളാക്കി തിരിച്ചായിരുന്നു മത്സരങ്ങൾ. മത്സരത്തിലെ വിജയികൾക്ക് ദേശീയ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ അധ്യയന വർഷം മുതൽ 8ാം ക്ലാസ്സിൽ ഓൾ പ്രൊമോഷൻ ഇല്ല. അടുത്ത കൊല്ലം 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് വേണം. തൃശൂർ പള്ളിക്കുളം ഭാഗത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ മേയർ MK വർഗീസ് അനാച്ഛാദനം ചെയ്തു. പീച്ചി അണക്കെട്ട് തുറന്ന് മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കം സൃഷ്ടിച്ചതിൽ വ്യാപക പ്രതിഷേധം. CISCE കേരള റീജിയണൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ സമാപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.